ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിവ്യൂ വീഡിയോ അല്ല. ഞാൻ ടാറ്റയുടെ ഷോറൂമിൽ ഒരു വണ്ടി സർവീസിന് കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് അവിടെ നേരിടേണ്ടി വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ടാറ്റയുടെ ഷോറൂമിലെ സർവീസ് വളരെ മോശമാണെന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വണ്ടി ടാറ്റ നെക്സോൺ പെട്രോൾ മോഡലാണ്. ഈ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ടാറ്റയുടെ ഷോറൂമിലേക്ക് പോയത്. ഷോറൂമിൻ്റെ പേര് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല, കാരണം ഒട്ടുമിക്ക ഷോറൂമിലും ഇത് തന്നെയാണ് അവസ്ഥയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ടാറ്റ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഞാൻ കുറച്ച് പേരോട് അന്വേഷിച്ചപ്പോൾ എല്ലാ സർവീസ് സെൻറ്ററിലും ഇത് തന്നെയാണ് അവസ്ഥയെന്നാണ് അവർ പറഞ്ഞത്. ഈ വണ്ടിക്ക് കുറച്ച് കാര്യമായിട്ടുള്ള തകരാറ് വന്നത് മൂലമാണ് സർവീസ് സെൻറ്ററിലേക്ക് കയറ്റിയത്. വണ്ടിക്ക് 2 ഡിസ്ക് മാറാനുണ്ട്, അതുപോലെ തന്നെ പവർ വിൻഡോ കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ ഫോൺ ചാർജിങ് ഫെസിലിറ്റി ഒന്നും ഇപ്പോൾ വർക്കിംഗ് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് വണ്ടിയുടെ ഷോറൂമിലേക്ക് കൊണ്ടുപോയത്. ഡയറക്റ്റ് പുറത്ത് കൊടുത്ത് ചെയ്താൽ അവർ വാറൻറ്റി കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഷോറൂമിലെ നമ്മുടെ ഡീലർഷിപ്പിലേക്ക് തന്നെ വണ്ടി സർവീസിനായിട്ട് എത്തിക്കുന്നത്. ഇതെൻ്റെ വണ്ടിയല്ല, ഞാൻ ഉപയോഗിക്കുന്ന മാരുതി സ്വിഫ്റ്റാണ്. ആ വണ്ടി ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ അത് ഇവിടെ നിന്നുണ്ടാകുന്ന കാര്യങ്ങളും അതുപോലെ ടാറ്റയുടെ ഈ വണ്ടി കൊടുക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളും വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ ടാറ്റയുടെ ഷോറൂമിൽ ഞാൻ ഈ വണ്ടിയായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്പെയേഴ്സ് ഒന്നും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു സാധനം പോലും അവിടെ ഇല്ല. ഞാനിപ്പോൾ ഒരു 5-6 സാധനങ്ങൾ പാർട്സ് മാറാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒറ്റ പാർട്സും അവിടെ അവൈലബിൾ അല്ല. ഇനി ഓർഡർ ചെയ്ത് വരാനാണെങ്കിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഓർഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഇതെന്തായാലും നമുക്ക് മാറ്റേണ്ട സാധനങ്ങളാണ്. ഇപ്പോൾ അതവിടെ അവർ ഓർഡർ ചെയ്ത് വെച്ചാലും അതൊരിക്കലും കംപ്ലൈൻറ്റ് വരാത്ത സാധനങ്ങളാണ്, സ്പെയർ പാർട്സ് ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാണ്ട് അവരത് ഓർഡർ ചെയ്യില്ലെന്നാണ് അവർ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി ഷോറൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് അവിടെ വന്നത്, അല്ലെങ്കിൽ എന്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത് എന്നൊരു അഡ്വൈസറെങ്കിലും അവിടെ നിന്ന് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നൊന്ന് ചോദിക്കണം. ടാറ്റയുടെ സർവീസ് സെൻറ്ററിലേക്ക് ഞാൻ സർവീസിനായിട്ട് ചെന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യൻ പോലും അവിടെ നമ്മൾ എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കുന്നില്ല. നമ്മൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അവരെന്തോ തലവേദന എടുക്കുന്ന മാതിരിയാണ് അത് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വണ്ടിയുടെ ഇന്ന പോലെ സ്പെയറുകൾ മാറണം, അപ്പോൾ അതിന് എത്ര രൂപയാകും, എസ്റ്റിമേറ്റൊക്കെ എത്രയാകുമെന്ന് ചോദിച്ചിട്ട് എസ്റ്റിമേറ്റ് ഒന്നും ഇപ്പം നമുക്ക് തരാൻ പറ്റില്ല, ഷോറൂമിൽ നല്ല തിരക്കാണ്, അതുകൊണ്ട് എസ്റ്റിമേറ്റ് ഒന്നും ഇപ്പോൾ തരാൻ പറ്റില്ല, മൊബൈൽ നമ്പർ തന്നെയാണെങ്കിൽ വാട്സപ്പ് ചെയ്ത് തരാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുവരെ ആണെങ്കിലും ഒരു സാധനം അവർ അയച്ചും തന്നിട്ടില്ല. നമ്മളപ്പോൾ തലേന്ന് ഒഴിവാക്കി വിടാൻ വേണ്ടിയാണ് അവർ അങ്ങനത്തെ ഒരു ഡയലോഗൊക്കെ പഠിച്ചത്. പിന്നെ നമ്മൾ സ്പെയർ പാർട്സ് മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ കറൻ്റ്ലി ഒരു പാർട്സ് പോലും നമ്മൾ പറയുന്ന ഏത് പാർട്സിൻ്റെ കാര്യം പറഞ്ഞാലും അതൊന്നും അവിടെ സ്റ്റോക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഒരു സർവീസ് സെൻറ്റർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വണ്ടി പഞ്ചറാകുമ്പോൾ ടയർ മാറ്റാൻ വേണ്ടിയാണോ ഇവർ സർവീസ് സെൻറ്റർ തുറന്നിരിക്കുന്നതെന്ന് സംശയമുള്ള കാര്യമാണ്. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ റണ്ണിങ് ആയിട്ടുള്ള പാർട്സ് മാത്രമേ അവർ എടുത്തു വെക്കുള്ളൂ, ബാക്കി ഒരു പാർട്സും എടുത്തു വെക്കൂല എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വണ്ടിയുടെ ഒരു ബ്രേക്ക് പാഡ് പോലും ഇല്ലാത്തൊരു സർവീസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അതെന്ത് മോശമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സാധനം ഓർഡർ ചെയ്യുക, എന്നിട്ട് വണ്ടി ശരിയാക്കിയിട്ട് എൻ്റെ തിരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് വണ്ടി ഇടാൻ സ്ഥലമില്ല, ഷോറൂമിൽ ഒരിക്കലും വണ്ടി ഇടാനിപ്പോൾ പറ്റില്ല, നിങ്ങൾ 10-20 ദിവസം കഴിഞ്ഞ് സാധനം വരുമ്പോൾ വണ്ടിയായിട്ട് വന്നാൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ വണ്ടി ഇട്ടിട്ട് പോയിക്കുക, എന്നിട്ട് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്തിട്ട് ചെക്കിങ് ഫീസ് തരേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോകണമെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ബാക്കി കാറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സർവീസ് സെൻറ്റർ ഒരു കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് നമ്മളെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് വരെ ഇപ്പോൾ ബാക്കി സർവീസ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടാറ്റയുടെ സർവീസ് സെൻറ്ററിൽ മാത്രം നമ്മൾ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളൊരു മട്ടിലാണ്. നമ്മൾ വേണമെങ്കിൽ വണ്ടി സർവീസ് ചെയ്താൽ മതി, നമ്മൾ സർവീസ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് അവരവിടെ ഇരിക്കുന്നത് തന്നെ. ഞാൻ പറയുന്നത് വളരെ ജെന്യൂനായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഒരാളൊരു വണ്ടി എടുക്കുന്നത് ഒത്തിരി സ്വപ്നങ്ങളോടെയാണ്, അതുപോലെ തന്നെ ഒത്തിരി പൈസ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഒരു വണ്ടി എടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ ഷോറൂമിലേക്കോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലേക്കോ കൊടുക്കുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവർ റെക്ടിഫൈ ചെയ്ത് നമുക്ക് തിരിച്ചു തരേണ്ട, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കാതെ അത് വണ്ടി തിരിച്ചേൽപ്പിക്കുകയെന്ന് വെച്ചാൽ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇത് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേണം അതിനു വേണ്ടി ഓടി നടക്കാൻ വേണ്ടി. ഒരു സ്പെയർ ഓർഡർ ചെയ്യണമെങ്കിലോ അത് അവർ മാത്രം ഓർഡർ ചെയ്ത് തരും, നമ്മൾ പൈസയൊക്കെ എല്ലാം അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അവരത് ഓർഡർ ചെയ്യുള്ളൂ. എന്തോ നമ്മൾ കസ്റ്റമറിന് വിശ്വാസം ഇല്ലാത്തൊരു മട്ടിലാണ് അവർ പെരുമാറുന്നത്. അതുമാത്രമല്ല വണ്ടി ഒരിക്കലും അവിടെ ഇടാനും അവർ സമ്മതിക്കില്ല. അവർ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് സ്പെയർ വന്നു കഴിയുമ്പോൾ വിളിക്കും,
അപ്പോൾ മാത്രം വണ്ടിയായിട്ട് വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ സ്പെയറിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ചോദിച്ചിട്ട് അതുപോലെ അവർ പറയാൻ തയ്യാറാവുന്നില്ല. അവർ വാട്സപ്പ് വഴി അയച്ച് തരാമെന്നാണ് അവർ പറയുന്നത്. എല്ലാവരും ഒരു വെറുതെ ഷോറൂമിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, ഒരു പണിയും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. കാരണം ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ടാറ്റയുടെ വണ്ടി ഉരുക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ബോഡി ക്വാളിറ്റിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇതിനെന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സൊല്യൂഷൻ എന്നുകൂടി ബാക്കിയുള്ളവർ ചിന്തിക്കണം. കാരണം ടാറ്റയുടെ വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമറെങ്കിലും ഇതിനെപ്പറ്റി ഒരു നല്ലൊരു ഫീഡ്ബാക്ക് പറയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചൊരു 3-4 പേര് ഇതേ സെയിം അവസ്ഥ തന്നെയാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഷോറൂമിൽ അല്ലെങ്കിൽ വണ്ടി നമ്മൾ സർവീസ് സെൻറ്ററിന് കൊടുക്കുന്ന യാർഡിലോ ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തിടാനുള്ള ഒരു സ്പേസെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. നമ്മളൊരു വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒത്തിരി തിരക്കുകളൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരത്തേക്ക് വേണ്ടിയായിരിക്കും നമ്മൾ സർവീസിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മാരുതിയുടെ സ്വിഫ്റ്റ് സർവീസിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഞാൻ കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചവർ സർവീസ് ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് തിരിച്ച് വണ്ടി തരാറുണ്ട്. അത്രയ്ക്ക് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഇന്ന പോലത്തെ ഈ പാർട്സ് കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആണ്, ഇത് ചേഞ്ച് ചെയ്യണോ എന്താണെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ ടാറ്റയുടെ സർവീസ് സെൻറ്ററിലേക്ക് ചെന്നപ്പോൾ മാത്രം ഭയങ്കര മോശം ഒരു റെസ്പോൺസാണ് അവർക്ക് നമുക്ക് വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അവർക്ക് പ്രശ്നമല്ല എന്നുള്ളൊരു മട്ടിലാണ്. അവർക്ക് വണ്ടി സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി ആ വണ്ടിയുടെ മേളിൽ അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളൊരു മട്ടിലാണ് അവർ സംസാരിച്ചത്. ശരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പല വണ്ടി എടുക്കാൻ പല ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്ക് പല ഡീലർഷിപ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു മോശം എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഷോറൂമിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സാർ അറ്റ്ലീസ്റ്റ് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വണ്ടി ഷോറൂമിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതെന്ന് ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കണം. പക്ഷേ അതുപോലും ചോദിക്കാൻ അവർ റെഡിയല്ല. നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ചോദിക്കുമ്പോൾ അവർ പറയും അടുത്ത കൗണ്ടറിലേക്ക് കാണിച്ചിട്ട് പറയും അവിടെ ചോദിക്കാൻ പറയും. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ആദ്യം ചോദിച്ച കൗണ്ടറിൽ തന്നെ അഡ്വൈസറുടെ നമ്പർ മേടിച്ചോ എന്നാണ് പറയുന്നത്. തമ്മിൽ അവർ തടിയൂരുകയാണ് ചെയ്യുന്നത് ഷോറൂമിൽ ചെന്ന് കഴിയുമ്പോൾ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ടാറ്റ കാറുകളുടെയൊക്കെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ടാറ്റയുടെ പുതിയ മോഡൽസൊക്കെ ഇറങ്ങുമ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കൂടി ഈ ഷോറൂമിലെ ആൾക്കാരുടെ ഈ പെരുമാറ്റം കൊണ്ട് അത് വേണ്ടാന്ന് വെക്കുന്നു. ഇപ്പോൾ ഭാവിയിൽ ഞാൻ പോലും ഏതെങ്കിലും ടാറ്റയുടെ വണ്ടി എടുക്കണമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പോലും ഇന്നലത്തെ ഈ ഷോറൂമിൽ ഇവരുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചൊരവസ്ഥയിലാണ്. കാരണം വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിയ ആളെ അത്രയും ബുദ്ധിമുട്ടിക്കാൻ പറ്റും അതെല്ലാവരും അവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് ചെയ്യും. ഷോറൂമിൻ്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒട്ടുമിക്ക ഷോറൂമിലും ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ ആരോട് ചോദിച്ചിട്ടുണ്ടോ അവരെല്ലാവരും പറയുന്നത് ടാറ്റയുടെ വണ്ടികൾ നല്ലതാണ്, പക്ഷേ സർവീസ് സെൻറ്റർ വളരെ മോശമാണെന്ന് പറയുന്നത്. സർവീസ് കൊണ്ട് മാത്രം ടാറ്റയുടെ വണ്ടികൾ വേണ്ടാന്ന് വെക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്ര ലക്ഷങ്ങൾ മുടക്കി ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സർവീസിന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് തരാൻ കൂടി കറക്റ്റായിട്ട് ആളില്ല എന്ന് പറയുന്നത്. ഇവരൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു വാഹനമായിട്ട് ഷോറൂമിലോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലോ എത്തുന്ന ആൾക്കാരോട് അറ്റ്ലീസ്റ്റ് മാന്യമായിട്ടൊന്ന് പെരുമാറിയാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വേണമെങ്കിൽ സർവീസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോ എന്നുള്ളൊരു മട്ടിലാണ് അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ. ഇതിനെന്തെങ്കിലും തീരുമാനം അല്ലെങ്കിൽ ടാറ്റ ഇനി എത്രത്തോളം വണ്ടികൾ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. കാരണം വെച്ചാൽ സർവീസ് സെൻറ്റർ നല്ല അല്ലെങ്കിൽ ആൾക്കാർ വണ്ടി എടുക്കുന്നത് കുറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടൊയോട്ടയുടെ ഇന്നോവ അത്ര റേറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്, സർവീസ് കോസ്റ്റും എല്ലാം തന്നെ ഉണ്ടെങ്കിലും ആ വണ്ടി ഇത്ര സെയിൽ വരുന്ന വേറൊന്നും കൊണ്ടല്ല, ടൊയോട്ടയുടെ സർവീസിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് ആ വണ്ടി ഷോറൂമിൽ കൊണ്ടുവന്നാലും അവരത് കംപ്ലീറ്റ്ലി റെക്ടിഫൈ ചെയ്ത് എല്ലാം പക്ക പെർഫെക്റ്റ് ആക്കിയ വണ്ടി നമുക്ക് ഔട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഈ ടാറ്റയുടെ വണ്ടിയുമായിട്ട് ഷോറൂമിൽ ചിലപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റും വെച്ച് നമ്മൾ ഓടിച്ചാൽ മതി എന്നുള്ളൊരു മട്ടിൽ സംസാരമൊന്നും അവർ സംസാരിക്കത്തില്ല. എനിക്കറിയില്ല ഇത് എൻ്റെ മാത്രം അനുഭവമാണോ അല്ലെങ്കിൽ എല്ലാവരും ഷോറൂമിൽ ടാറ്റയുടെ വണ്ടിയായിട്ട് ചെല്ലുമ്പോൾ ഇത് തന്നെയാണോ അവസ്ഥയെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാ ഷോറൂമിലും ഉണ്ടോയെന്നും അറിയില്ല. മര്യാദക്ക് നല്ല രീതിയിൽ പെരുമാറുന്ന ഷോറൂമുകാരുണ്ടെങ്കിൽ കൂടി ഇതുപോലത്തെ കുറച്ച് ഷോറൂം ഉണ്ടെങ്കിൽ തന്നെ ആ പേര് പോയി കിട്ടും. കാരണം നമുക്കിപ്പോൾ വാഹനവുമായിട്ട് എല്ലായിടത്തും പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിലോ മാത്രമായിട്ട് ഓടിക്കുന്നതല്ല. നമ്മൾ ഈ ലോകമെമ്പാടും അല്ലെങ്കിൽ ഒത്തിരി ദൂരമൊക്കെ വാഹനമായിട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് വണ്ടി കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീലർഷിപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ടാറ്റയുടെ വണ്ടിയുമായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഏതൊരു ഷോറൂമിൽ കയറുമ്പോഴും അതൊരു പേടിച്ച് വേണം കയറാൻ വേണ്ടി. കാരണം വണ്ടി ശരിയാക്കി തരുമോ എന്നുള്ളൊരു സംശയമാണ്.
നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ ട്രസ്റ്റ് ചെയ്ത് കയറാൻ പറ്റത്തില്ല. നമ്മൾ ചില ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് വിശ്വസിച്ച് അവിടെ കയറാം. കാരണം ആ വണ്ടിയുടെ കംപ്ലയിൻറ്റ് മാറ്റി വണ്ടി നമുക്ക് തിരിച്ച് തരുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഈ ടാറ്റയുടെ ഷോറൂമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റുന്ന എക്സ്ക്യൂസുകളാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ്, ഇപ്പോൾ സ്റ്റിയറിംഗ് മോട്ടർ കംപ്ലയിൻ്റ് ആയിട്ട് ചെല്ലുന്നതോ അല്ലെങ്കിൽ വൈപ്പർ ടാങ്ക് ലീക്കായിട്ട് ചെല്ലുന്നതോ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് ചെന്നാൽ തന്നെ അവർ പറയുന്ന ആദ്യ കാര്യം എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് മോട്ടർ സ്റ്റോക്കില്ല, അല്ലെങ്കിൽ വൈപ്പർ ടാങ്ക് ചെക്ക് ചെയ്യാണ്ട് കംപ്ലീറ്റ് മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതുപോലത്തെ അവസ്ഥയാണെങ്കിൽ ടാറ്റ കാറുകൾ ആൾക്കാർ എങ്ങനെ മേടിക്കും, അല്ലെങ്കിൽ എന്ത് വിശ്വസിച്ച് ടാറ്റയുടെ വാഹനങ്ങൾ ഉപയോഗിക്കും? കാരണം ഒരു വണ്ടിയാകുമ്പോൾ ഏത് നിമിഷവും എപ്പോൾ വേണേലും കംപ്ലയിൻറ്റ് വരാവുന്നൊരു സാധനമാണ്. കാരണം ഇതൊരു മനുഷ്യനിർമ്മിതിയാണ്. അതുകൊണ്ട് തന്നെ മെഷീനറിക്ക് എപ്പോൾ വേണേലും കംപ്ലയിൻറ്റ് വരാം. നമ്മൾ ആ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവരുടെ പെരുമാറ്റമെങ്കിൽ നമ്മളെങ്ങനെയാണ് ആ ഷോറൂമിലേക്ക് വാഹനമായിട്ട് ചെല്ലുന്നത്? ഇതുപോലത്തെ കുറച്ച് ഷോറൂം ഉണ്ടെങ്കിൽ ടാറ്റയുടെ ആ ഒരു നല്ലൊരു പേര് പോയി കിട്ടും. കാരണം ഒത്തിരി നല്ല നല്ല വാഹനങ്ങൾ ടാറ്റയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. പണ്ടത്തെ സെയിലിനെ അപേക്ഷിച്ച് ടാറ്റയുടെ വാഹനങ്ങൾ ഇപ്പോൾ ഒരുപടി മുമ്പിലാണ്. പക്ഷേ ഇതുപോലത്തെ ഡീലർഷിപ്പുകൾ കാരണം ഒത്തിരി പേര് ടാറ്റയുടെ വാഹനങ്ങൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റിയും എല്ലാം അടിപൊളിയാണ്. ഈ ഷോറൂമുകാരുടെ പെരുമാറ്റവും നന്നായിട്ടുള്ളൊരു സർവീസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടി നന്നായിട്ട് തന്നെ പോവുള്ളൂ. പക്ഷെ അത് കിട്ടാത്ത അത്രയും ഭാഗം ടാറ്റയുടെ വണ്ടികളോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഞാനീ ഒരാൾ മാത്രം ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് വാഹനം ഉപയോഗിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒത്തിരി സർവീസ് സെൻറ്ററിൽ പോയിട്ടുള്ള ആളാണ്. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു മോശം സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മോശം ഡീലർഷിപ്പ് എനിക്ക് കിട്ടുന്നത്. കാരണം ഒരു വണ്ടിയുമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടൊരു പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തരാം സാറെന്ന് അറ്റ്ലീസ്റ്റ് ആ വണ്ടി കംപ്ലയിൻറ്റ് മാറ്റിത്തരാമെന്നൊരു വിശ്വാസത്തോടെ അവർ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതങ്ങനെയല്ല അവർ പറയുന്നത്. നമ്മൾ പേയ്മെൻറ്റ് അടക്കുക, പേയ്മെൻറ്റ് അടച്ച് പാർട്സൊക്കെ ഓർഡർ ചെയ്ത് അവർ വരുത്തി കഴിയുമ്പോൾ അവർ വിളിക്കും. ഇപ്പോൾ എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ പ്രൈസൊന്നും കറക്റ്റ് പറയാനൊന്നും അവർക്ക് പറ്റത്തില്ല. ഇപ്പോൾ അവർക്ക് ഷോറൂമിൽ തിരക്കാണ്, അതുകൊണ്ട് അവർക്ക് എസ്റ്റിമേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. വാട്സപ്പ് വഴി അയച്ചു തരാമെന്നൊക്കെ അവർ പറയും. അങ്ങനെയൊക്കെയാണോ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് പറയേണ്ടത്? അങ്ങനെ അവർ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാനപ്പോൾ സമ്മതിച്ച് ഷോറൂമിൽ നിന്ന് വണ്ടിയുമായിട്ട് തിരിച്ചു പോന്നു. അവർ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഞാൻ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്ത് ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവർ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. ഞാൻ ഇന്നലെ പോരുന്നതിന് മുമ്പ് തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാറിൻ്റെ നമ്പർ ഒന്നും ആ നമ്പറിലേക്ക് ഞങ്ങൾ ഉറപ്പായിട്ട് ഇന്ന് തന്നെ വിളിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഇത്രയും നേരമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോളും വന്നിട്ടില്ല, വണ്ടിയുടെ ഒരു എസ്റ്റിമേറ്റും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു എസ്റ്റിമേറ്റ് അയച്ചു തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾ സാധനം ഓർഡർ ചെയ്തോ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് കൂടി അവർക്ക് അതിനൊരു ശുഷ്കാന്തി ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലെ ഡീലർഷിപ്പ് അല്ലെങ്കിൽ ഷോറൂം അല്ലെങ്കിൽ സർവീസ് സെൻറ്റർ തുറന്നു വെച്ചിരിക്കുന്നത്? ടാറ്റയുടെ വാഹനങ്ങൾ കൂടുതലായിട്ട് റോട്ടിൽ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ഒത്തിരി പേര് ടാറ്റയുടെ വാഹനങ്ങൾ എടുക്കുമായിരുന്നു. പക്ഷേ ഇതുപോലെ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥകൾ വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ടാറ്റയുടെ വാഹനങ്ങൾ എടുക്കുന്നത് കുറഞ്ഞു തുടങ്ങി താരതമ്യേന. ഒരു പെട്രോൾ വണ്ടിയായിട്ട് ഞാൻ ഷോറൂമിൽ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയാണ് അവരുടെ പെരുമാറ്റം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെട്രോൾ വണ്ടിയുടെ ഒരു സ്പെയർ പോലും ഷോറൂമിൽ സ്റ്റോക്കില്ല എന്നാണെങ്കിൽ ഒരു ഇലക്ട്രിക് വണ്ടിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇലക്ട്രിക് വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനാണെങ്കിൽ അവർ കൊല്ലങ്ങൾ ഡിലേ പറയും. ഇതിപ്പോൾ ടാറ്റയുടെ നെക്സോണാണ്. നെക്സോൺ എന്തുമാത്രം സെയിലുള്ള വണ്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടെ നോക്കിയാലും നെക്സോണാണ്. അത്രയും മൂവിങ് ആയിട്ടുള്ളൊരു വണ്ടിയുടെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ സ്പെയർ പോലും ഷോറൂമിലോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ സ്റ്റോക്കില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? ഇലക്ട്രിക് വണ്ടിയായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. വണ്ടി അവിടെ കിടന്ന് പൂത്ത് പോകത്തേ ഉള്ളൂ. 1 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി നമുക്ക് കയ്യിൽ കിട്ടണ ഒരവസ്ഥ വരുള്ളൂ. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ടാറ്റയുടെ വാഹനങ്ങളോട് ഒരിക്കലും എനിക്ക് വിരോധമില്ല. നല്ല വണ്ടിയാണ്, ബോഡി ക്വാളിറ്റി നല്ലതാണ്, ഓടിക്കാൻ നല്ല സുഖമാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ ഈ സർവീസ് സെൻറ്റർ മാത്രമാണ് ടാറ്റയുടെ മോശം. എങ്ങനെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അധികാരികൾ ഇടപെട്ട് ഈ ടാറ്റയുടെ സർവീസ് സെൻറ്ററും കൂടി ഒന്ന് നന്നാക്കി തരുവാണെങ്കിൽ അത് ഈ വാഹനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് മേടിക്കുന്ന കസ്റ്റമേഴ്സിന് അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. കാരണം നിങ്ങളുടെ വണ്ടി കൂടുതൽ വിശ്വസിച്ച് എടുക്കാൻ സാധിക്കും. എപ്പോൾ വേണേലും അത് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്ത് തരുമെന്നുള്ളൊരു വിശ്വാസം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീലർഷിപ്പുമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോൾ എന്താ കഴിഞ്ഞു എന്നുള്ളൊരു മട്ടിലാണ്. സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ സർവീസും ചെയ്ത് തന്നെ പോലെയാണ് അവരുടെ ഒരു കാട്ടായം. നമ്മൾ
എത്ര വില കൂടിയ വണ്ടിയായിട്ടാണ് ചെല്ലുന്നതെങ്കിലും അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നൊരു രീതിക്കാണ് അവരുടെ സംസാരം. നമ്മൾ നല്ല പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഓരോ സർവീസും വണ്ടിയുടെ ചെയ്യുന്നത്. ഓരോ സ്പെയറും നമുക്ക് അവർ ഫ്രീ ആയിട്ടല്ല മാറ്റി തരുന്നത്, നമുക്കതിൻ്റെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ മാറ്റുന്നത്. എന്നാൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നു എന്നുള്ളൊരു മട്ടിലാണ് അവരുടെ പെരുമാറ്റം. ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങൾ എന്നും നല്ലത് തന്നെയാണ്. ഇപ്പോൾ ടാറ്റേനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവർ ചിലപ്പോൾ ഈ ഡീലർഷിപ്പിലെ ഈ പ്രശ്നങ്ങളൊന്നും സമ്മതിച്ച് തരണമെന്നില്ല. പക്ഷേ എന്നാലും ഞാൻ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഡീലർഷിപ്പിലൊക്കെ ആൾക്കാരുടെ പെരുമാറ്റത്തിനും അതുപോലെ തന്നെ സർവീസിനൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു രീതിയിലേക്കാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.